നമ്മുടെ വിദ്യാലയത്തിന് രണ്ട് കെട്ടിടങ്ങൾ, നല്ല കെട്ടിടം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പം മഴയായിട്ട് കയറിയൊക്കെയാണ് നമ്മൾ തീരെ പ്രതീക്ഷിച്ച. നാട്ടിലെന്താ അവസ്ഥ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കരുവഞ്ചാലിലേക്കാണ്. അപ്പോൾ എന്തിനാ പോകുന്നതിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ പറഞ്ഞുതരും. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. കരുവഞ്ചാലി വെള്ളാട് GUP സ്കൂളിലേക്ക് എനിക്ക് ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ട് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂള് തപ്പി പോകുന്നതാണ്. ലൊക്കേഷനൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാൻ വേണ്ടി. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുഷ്പേരി കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ റോഡിലെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളെ വളപട്ടണം മാതിരിയുള്ള റോഡല്ല, ഈ ആലക്കോട് റോഡിലേക്ക് പോകുന്ന റോഡ് അതായത് അടിപൊളി റോഡാണ്. ഈ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ്. ഇതിലെ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സുഖം. അപ്പൊ നമ്മളിപ്പോ ഉടുവള്ളി തട്ടെത്തിയിട്ടുണ്ടല്ലേ. അപ്പോ 7 കിലോമീറ്റർ ലൊക്കേഷൻ. 7 കിലോമീറ്റർ. അപ്പൊ ഇവിടുത്തെ കുറച്ച് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിടിലം വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കരുവഞ്ചാലെത്തി. ഇനി നമുക്ക് പോകേണ്ടത് ഈ റൈറ്റിലേക്കുള്ള റോഡാണ്. വെള്ളാട് ഗൈസ്. അപ്പോൾ സ്കൂളെത്തിയിട്ടുണ്ട്. പുറകിൽ കാണുന്ന സ്കൂൾ അപ്പോൾ വെള്ളാട് UP സ്കൂൾ. അടിപൊളിയാണ്. വെള്ളാടിന്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലുള്ള സ്കൂളാണ് ഗവൺമെന്റ് UP സ്കൂൾ വെള്ളാട്. എൻ്റെ പേര് മിനി, ഞാൻ ഇവിടുത്തെ HM ആണ്. നല്ല നിഷ്കളങ്കരായ ഒരു കൂട്ടം കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അതോടൊപ്പം തന്നെ പ്രകൃതിയെ ഉപാസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന സ്കൂളാണ്. പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ, സീഡിന്റെ പുരസ്കാരങ്ങളും അതുപോലെ ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരങ്ങളൊക്കെ ശ്രീ മോഹനൻ അളോറ എന്ന് പറയുന്ന പ്രധാന അധ്യാപകനുള്ള സമയത്ത് ഒരുപാട് പുരസ്കാരങ്ങൾ, അതുപോലെ വേരി ടീച്ചർ, ഒരുപാട് നല്ല വളരെ പ്രശസ്തി പേരും പെരുമയുള്ള അധ്യാപകര് ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഇന്നും വളരെ മികച്ച അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ്. കുട്ടികൾ കലാമേളയിലും കായികമേളയിലും തുടങ്ങിയ എല്ലാവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പങ്കാളിത്തവും സമ്മാനങ്ങളും ഒക്കെ നേടിയെടുക്കാറുണ്ട്. വളരെ നല്ല അന്തരീക്ഷത്തിലാണ് സ്കൂള് പ്രവർത്തിക്കുന്നത്. പാഠ്യേതര രംഗത്ത് മികവുകൾ ഉണ്ടാക്കി വിദ്യാലയം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ചെറിയ ചില പരിമിതികൾ, ചെറുതല്ല വലുതന്നെ, നമ്മുടെ വിദ്യാലയത്തിന് രണ്ട് കെട്ടിടങ്ങൾ, നല്ല കെട്ടിടം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടി ബന്ധപ്പെട്ടവർ ചെയ്തു തന്നാൽ എന്തുകൊണ്ടും മികച്ച വിദ്യാലയമാക്കി മാറ്റാൻ അധികൃതരുടെ ഒരു ശ്രദ്ധ അതിലേക്ക് കൂടി ഉണ്ടായാൽ തീർച്ചയായും നല്ലൊരു വിദ്യാലയമാക്കി മുന്നേറാൻ വീണ്ടും നമ്മളെ അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പേര് പറഞ്ഞെല്ലാരും. മോന്റെ പേരെന്താ? മോളെ പേരെന്താ? മോന്റെ പേരെന്താ? മോളെ പേരെന്താ? ഓക്കെ, ഒരു ഹായ് പറഞ്ഞെല്ലാരും.
നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. സ്കൂളിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? സ്കൂള് ശാന്തസുന്ദരമായ അന്തരീക്ഷം, അടിപൊളി, രക്ഷയില്ല, നല്ല കിട്ടുന്ന വൈബ് സ്കൂളാണ്. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞേ, അതൊന്ന് പോയി കാണാം. നമ്മളിപ്പോൾ ഉള്ളത് അരുവിയിലാണ്. വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു അരുവി അല്ലടാ, ചെറിയൊരു അരുവിയാണ്. മഴയായാലും ഇവിടെ നല്ല ഇതുണ്ടാവും. മഴയായ സെറ്റാട്ടോ. ഇതാ ഫുൾ ബാക്കോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ മഴയായിട്ട് കയറിയൊക്കെയാണ് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. നാട്ടിലെന്താ അവസ്ഥ? നാട്ടിൽ തെളിഞ്ഞ അവസ്ഥയായിരിക്കുമല്ലോ എന്തായാലും. നാട്ടിൽ മഴയില്ല, ഇവിടെ ഭയങ്കര ഇടിയും മഴയെല്ലാം. എന്താ മലയോര മേഖല എന്നുള്ള കാര്യത്തിൽ നമ്മൾ അത് ആലോചിക്കണമായിരുന്നു. ഒരു കോട്ടൊക്കെ എടുത്ത് തന്നെ കാര്യം നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ റെയിൻകോട്ടൊന്നും എടുത്തിട്ടില്ല. ഫുള്ള് മഴയാണ്, ഇടിയെല്ലാം ഉണ്ട്, ഇടി. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വെള്ളിക്കിലെത്തി. നമ്മൾ വീട്ടിലേക്കാണ്. എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ കണ്ട് മടങ്ങി വരികയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബൈ.